എന്റെ പൊന്നു ഡോക്ടർ, എനിക്ക് ഭയങ്കര ചങ്കില് വേദനയാണ്. അതാണ് തന്റെ അസുഖം? അസുഖം ചങ്കിൽ വേദനയാണ് തന്റെ അസുഖം? അതെ. ചങ്കിൽ വേദന വരാനുള്ള കാരണം തനിക്ക് എന്താ പണി? ഞങ്ങൾ പരമ്പരാഗതമായിട്ട് എഴുത്തുകാരാണ്. എഴുത്തുകാരാണ്? അതെ. താൻ എന്തൊക്കെ എഴുതും? ഞാൻ നോവൽ എഴുതും, നാടകം എഴുതും, സിനിമ എഴുതും, കഥ എഴുതും, കവിത എഴുതും, തിരക്കഥ എഴുതും, എല്ലാം എഴുതും. എല്ലാം എഴുതും. താൻ ചങ്കിൽ കൊള്ളാവുന്ന വല്ലതും എഴുതാറുണ്ടോ? ചങ്കി കൊള്ളാവുന്നതേ ഞാൻ എഴുതാറുള്ളൂ. എന്താണ്? ആത്മനോമ്പരങ്ങളുടെ കാതലാണ് എന്റെ സൃഷ്ടികൾ. ചങ്കിൽ കൊള്ളാവുന്ന കവിതകൾ എഴുതുമ്പോഴാണ് ചങ്കിൽ വേദന വരുന്നത്. ശരി, അങ്ങനെ ഇരിക്കട്ടെ. തന്റെ അച്ഛന്റെ പണി എന്താ? എന്റെ അച്ഛൻ ആധാരം എഴുത്താണ്. ആധാരം എഴുത്ത്. അമ്മ കണ്ണെഴുതും. അനിയത്തി പ്രേമലേഖനം എഴുതും. എടാ, നിന്റെ അനിയത്തിയോട് പറയും, എനിക്ക് ഞാൻ വെറുതെ ഇരിക്കില്ല, 2 പ്രേമലേഖനം എനിക്ക് എഴുതാൻ പറ. ഒറ്റ പഴവ ചെന്നാണ്ടല്ലോ പോക്കത്തിനും പറയണത്. എന്താണ്? ഞാൻ അസുഖമായിട്ട് വന്നപ്പോ എന്നോട് പെമ്മനടുത്ത് പ്രേമലേഖനം എഴുതാനോ? എന്താ തന്റെ അസുഖം പറ. എന്റെ പൊന്നു ഡോക്ടർ, എനിക്ക് ഭയങ്കര മറവിയാണ്. മറവിയാണ്? അതെ. ഞാൻ എവിടെയെങ്കിലും ചെന്ന് കയറി കഴിഞ്ഞാൽ തെറ്റായ സ്ഥലത്ത് ചെന്ന് കയറുള്ളൂ. ഞാനിപ്പോ തന്നെ ബാർബർ ഷാപ്പിൽ ആയിട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചെന്ന് കയറുന്നത് ബാറിലായിരിക്കും. ബാറില്? ഞാൻ റെയിൽവേ സ്റ്റേഷനാണെന്ന് പറഞ്ഞ് ചെന്ന് കയറുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. പോലീസ് സ്റ്റേഷൻ? ഇങ്ങനെ ഭയങ്കര മറവിയാണ്. ഇപ്പൊ തന്നെ എത്ര നേരമായി ഞാൻ അവിടെ കാവുപ്പനായിട്ട് വന്നിട്ട് എനിക്ക് അരിയും മനസ്സിലായി തന്നെ വിടാൻ പാടില്ലേ? ഇത് റേഷൻ കടയല്ല. എന്റെ പൊന്നു വക്കീലെ, കേസ് വായിച്ച് ജയിക്കണം. നല്ലത്. എന്നെ അറസ്റ്റ് ചെയ്യരുത്. ഇത് പോലീസ് സ്റ്റേഷനല്ല. ഒരടി എനിക്കിട്ട് അടിച്ച് ഇനി മേലെ അടിച്ചിട്ടില്ല. അടിച്ചിട്ട് കരഞ്ഞാൽ വിളിക്കും ഞാൻ. എന്തിനാ അടിച്ച? എന്തിനാ അടിച്ചതാ? ഞാൻ ഡോക്ടർ. അപ്പൊ ഞാനാ? നീ രോഗി. ഇത് ഏതാ സ്ഥലത്ത് മനസ്സിലായോ? ഇത് പോസ്റ്റ് ഓഫീസ് അല്ലേ? ഇതല്ലേ ആശുപത്രി? ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ പറ, എന്താണ് തന്റെ അസുഖം? എന്റെ മറവി പോയി. പോയി. ഇതൊന്നും പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഡോക്ടറിനെ 10-30 വത്സരമായിട്ട് ചികിത്സിക്കുന്ന ആളല്ലേ എന്റെ പൊന്നു ഡോക്ടർ. ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്? അതെ, ഞാൻ 25 വർഷം 10-30 വർഷമായിട്ട് തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. പക്ഷെ എനിക്ക് കുട്ടി ഉണ്ടായി. കുട്ടി ഉണ്ടായി. കുട്ടി അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ. എന്റെ പൊന്നു ഡോക്ടറെ, തന്നെ എല്ലാ ടെസ്റ്റുകളും തെറ്റിപ്പോയി എനിക്ക് കുട്ടി ഉണ്ടായി. തനിക്ക് കുട്ടി ഉണ്ടാവില്ല. കുട്ടി ഉണ്ടായിന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ നാളോട്ട് എല്ലാം കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്താ കുട്ടിയുടെ പേര്? കവിത. വെരി ഗുഡ്. 30 വർഷമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് തനിക്ക് കുട്ടി ഉണ്ടാവില്ല എന്നുള്ളത്. കുട്ടി ഉണ്ടായിന്ന് മാത്രമല്ല, ആ കുട്ടീനെ ലാളിച്ചിട്ട് ഞാൻ വന്നത്. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ. എന്നാൽ തന്റെ പോലെ മറവിയുള്ള ഒരാളുടെ കഥ ഞാൻ പറഞ്ഞുതരാം. കേട്ടോളൂ. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വേട്ടക്കാരൻ, അയാള് വേട്ടയ്ക്കാണെന്നും പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയാൾ തോക്കാണെന്ന് പറഞ്ഞൊരു കാലം കൂടെ എടുത്ത് അയാൾ കച്ചത്തി വെച്ചു. എന്തൊരു മണ്ടൻ മറവി അല്ലേ? അയാൾ തോക്കാണെന്ന് പറഞ്ഞ് കാലം കൂടെ എടുത്ത് കച്ചത്തി വെച്ച് അയാൾ കാട്ടി പോയപ്പോൾ ഒരു കടുവ ഒറ്റ ക്രോസിംഗ് ആണ്. എന്റെ ഈശ്വരന്മാരെ! എന്നിട്ട് അയാൾ ഈ കാലം കൂടെ എടുത്ത കടുവയുടെ ഒറ്റ വെടിയാണ്. കടുവ ചത്തു. ഏതെങ്കിലും മണ്ടന്റെ അടുത്ത് എന്ന് പറ. കടുവ ചാവില്ല. കടുവ ചത്തു. കടുവ ചാവില്ല. അങ്ങനെയാണ്. കടുവ ചത്തു. കടുവ ചാവണ എങ്ങനെയാണ്? അങ്ങനെ കൃത്യമായിട്ട് ചാവില്ല എന്ന് പറയാൻ നിനക്ക് എന്താ ഉറപ്പ്? എന്റെ പൊന്നു ഡോക്ടറെ, കാലം കൂടെ എടുത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ കടുവ ചാവോ? ഇനി അഥവാ ഇയാള് കാലം കൂടെ എടുത്ത് വെടിവെച്ച സമയത്ത് ഏതെങ്കിലും ആമ്പിള്ളേര് മറിഞ്ഞു നിന്ന് വെടിവെച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ആമ്പിള്ളേര് മറിഞ്ഞു നിന്ന് വെടിവെച്ചിട്ടുണ്ടാകും. ഇത് തന്നെയാണ് നിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഓക്കേ. ഇവിടെ ഇഷ്ടംപോലെ പേഷ്യൻസ് വന്നിട്ടുണ്ട്. അതെ, കലാഭവമണിയുടെ നാടൻ പാട്ടുകൾ കേട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ച ഒരാളാ വന്നിരിക്കുന്നത്. കലാപം പണിയുടെ നാടൻ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ടി വീഴല്ലുള്ളൂ. അതെ, പക്ഷെ ബോധം കെട്ട് വീണ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ഭ്രാന്തം പിടിച്ചു. അതെ, അന്ന് അയാളോട് കടന്നു വരാൻ പറയൂ. സ്വർണ്ണത്തിളക്കത്തിൽ ചാലക്കുടിയെ മാറ്റിയ കൂട്ടുകാരാ, ഈ നാടിനെ ഇത്രയും സ്നേഹിച്ച നമ്മുടെ ചാലക്കുടിക്കാരാ. സ്വർണ്ണത്തിളക്കത്തിൽ ചാലക്കുടിയെ മാറ്റിയ കൂട്ടുകാരാ, ഈ നാടിനെ ഇത്രയും സ്നേഹിച്ച നമ്മുടെ ചാലക്കുടിക്കാരാ. നിന്റെ ഓർമ്മയിലെന്നും തേങ്ങുന്നു പൊന്നെ, തേടുന്നു ഞങ്ങൾ ഇവിടെയെല്ലാം. ഓർമ്മയിലെന്നും തേങ്ങുന്നു പൊന്നെ, തേടുന്നു ഞങ്ങൾ ഇവിടെയെല്ലാം. സ്വർണ്ണത്തിളക്കത്തിൽ ചാലക്കുടിയെ മാറ്റിയ കൂട്ടുകാരാ, ഈ നാടിനെ ഇത്രയും സ്നേഹിച്ച നമ്മുടെ ചാലക്കുടിക്കാരാ.
ഒരു ആരവം ഇല്ല ഇന്ന്. വന്ന വെളിച്ചം വിതറുവാനായി മിന്നമിനുന്നു മാത്രം. പാടിയിലെങ്ങും ആരുമില്ല, ഒരു ആരവം ഇല്ല ഇന്ന്. വന്ന വെളിച്ചം വിതറുവാനായി മിന്നമിനുന്നു മാത്രം. രാപ്പാടിയായി ഞാൻ നിന്നെ ഉറക്കുവാൻ പാട്ടൊന്നു പാടിയ നേരം. രാപ്പാടിയായി ഞാൻ നിന്നെ ഉറക്കുവാൻ പാട്ടൊന്നു പാടിയ നേരം. സ്വപ്നത്തിൽ വന്നു നീ എന്നെ ഉണർത്തുമ്പോൾ കോരിത്തരിക്കുന്നു മുത്തേ ഞാൻ. സ്വപ്നത്തിൽ വന്നു നീ എന്നെ ഉണർത്തുമ്പോൾ കോരിത്തരിക്കുന്നു മുത്തേ ഞാൻ. സ്വർണ്ണത്തിളക്കത്തിൽ ചാലക്കുടിയെ മാറ്റിയ കൂട്ടുകാരാ, ഈ നാടിനെ ഇത്രയും സ്നേഹിച്ച നമ്മുടെ ചാലക്കുടിക്കാരാ.